വേടൻ പാടുന്നത് നമുക്ക് വേണ്ടിയാണ്. വേടൻ പാടുന്നത് അശരണർക്ക് വേണ്ടിയാണ്. വേടൻ പാടുന്നത് അട്ടപ്പാടിയിൽ 2018 കൊല്ലപ്പെട്ട മധുവിന് വേണ്ടിയാണ്. 2025 മെയ് മാസം 24-ാം തീയതി നടു റോഡിൽ വെച്ച് ആക്രമിക്കപ്പെട്ട ആദിവാസി യുവാവ് ഷിജുവിനു വേണ്ടിയാണ് വേടൻ പാടുന്നത്. അതുകൊണ്ടാണ് വേടന്റെ പാട്ടുകൾക്ക് ജീവനുണ്ടാകുന്നത്. ലോകത്ത് എവിടെയാണോ അശരണൻ ആക്രമിക്കപ്പെടുന്നത് അവനു വേണ്ടിയാണ് വേടൻ പാടുന്നത്. ഞാൻ വേടനെ കൂട്ടുപിടിച്ചത് മറ്റൊന്നും കൊണ്ടല്ല. പുതുതലമുറയുടെ ശബ്ദമാണ് വേടൻ. വേടനെ കൂട്ടുപിടിക്കേണ്ടത് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. വാർത്താ പ്രവർത്തകൻ അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ വേടനെ കൂട്ടുപിടിച്ചത് എന്തിനാണ്, അല്ലെങ്കിൽ വേടനെ കൂട്ടുപിടിക്കാതെ നിങ്ങൾക്ക് പറഞ്ഞുകൂടെ എന്നൊക്കെ വേണമെങ്കിൽ ചോദിക്കാം. പക്ഷേ വേടൻ്റെ പാട്ടുകളിൽ ഇതുണ്ട്, ഈ കണ്ണീരുണ്ട്. ഈ കണ്ണീര് ഉപ്പുണ്ട്, രക്തമുണ്ട്, സാധാരണക്കാരൻ്റെ നിലവിളിയുണ്ട്. ആലോചിച്ച് നോക്കുക. അട്ടപ്പാടിയിൽ, അതായത് മധു 2018 കൊല്ലപ്പെടുന്നു. അതേ ദൃശ്യങ്ങളാണ്, അതേ കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസവും ഇന്ന് രാവിലെ പത്രങ്ങൾ തുറക്കുമ്പോഴും കാണുന്നത്. ഒരു യുവാവിനെ വൈദ്യുതി തൂണിൽ കെട്ടിയിട്ടിരിക്കുന്നു. അവൻ്റെ പുറമാസകലം അടികൊണ്ട പാടുകൾ. എന്തിനാണ്? അവൻ്റെ പേര് ഷിജു എന്നാണ്. 19 വയസ്സ്. അവൻ അട്ടപ്പാടി ചിറ്റൂർ ഉന്നതിയിലെ താമസക്കാരനാണ്. അവനിങ്ങനെ നടന്നു പോകുന്നു. ചിറ്റൂർ പുലിയറ റോഡിലൂടെ നടന്നു പോകുന്നു. അവൻ കാല് തന്നെ റോഡിലേക്ക് വീഴുന്നു. അവിടെ ആ റോഡിലൂടെ ഒരു പാൽവണ്ടി കടന്നു വരികയാണ്. പാൽവണ്ടിയിൽ രണ്ടു പേരുണ്ട്. കാൽ തന്നെ റോഡിലേക്ക് വീണ ഷിജുവിനെ അവന്മാരെ എടുത്തിട്ട് ഇടിക്കുകയാണ്. എന്തിനാണ്? മനഃപൂർവ്വം റോഡിലേക്ക് ചാടി എന്നാണ് കുറ്റാരോപണം. എടാ, മനഃപൂർവ്വം റോഡിലേക്ക് ചാടി എന്ന് തന്നെ ഇരിക്കട്ടെ. ഒരു ചെറുപ്പക്കാരൻ റോഡിലേക്ക് ചാടി. നിന്റെ വണ്ടിയിലുള്ളത് ബ്രേക്കല്ലേ? ബ്രേക്ക് ചവിട്ടുന്നു. 2 അസഭ്യം പറഞ്ഞോ, തെറി പറഞ്ഞോ, എന്നിട്ട് നീ കടന്നു വയ്ക്കോ? നീ വണ്ടി നിർത്തി ഇറങ്ങി അവനെ എടുത്തിട്ട് ഇടിക്കുന്നു. അവൻ നിലവിളിച്ച് ഓടുന്നു. സ്വാഭാവികമായി നിലവിളിച്ച് ഓടും. ഓടിയിട്ട് അവൻ ഒരു കല്ലെടുത്ത് ഒരു ഏറ് വെച്ച് കൊടുത്തു വണ്ടിയിൽ. അത്രയെങ്കിലും ചെയ്യണ്ടേ? 19-കാരനായ ചെറുപ്പക്കാരൻ അതെങ്കിലും ചെയ്യണ്ടേ? ദേഹമാസകലം ഇടിയും കൊണ്ടിട്ട് ചുമ്മാ നിലവിളിച്ച് ഓടിയാൽ പോരല്ലോ. അവനൊരു കല്ലെടുത്ത് ഒരു ഏറ് കൊടുത്തു. ഏറ് കൊണ്ട് ഈ പാൽവണ്ടിയുടെ ചില്ല് ഉടഞ്ഞു. ചില്ല് ഉടയ്ക്കണം എന്ന് തന്നെ ഞാൻ പറയും. കാരണം അടികൊണ്ട് ഓടി അടി വാങ്ങി വീട്ടിൽ പോയി ഇരിക്കേണ്ട ആളുകളല്ല ആദിവാസികൾ. അടിച്ചാൽ തിരിച്ച് അടിക്കുമെന്ന് ഉറപ്പ് ഉള്ള വ്യക്തികളാകണം ആദിവാസികൾ. അന്ന് അടികൊണ്ട് മരിച്ചുപോയ മധുവിൻ്റെ പിൻതലമുറക്കാർ അടിച്ചാൽ തിരിച്ചടിക്കുമെന്നൊരു തോന്നലുണ്ടാകണം ഈ ജന്മിമാർക്കും ആളുകൾക്കും. അതുകൊണ്ട് ഈ ഷിജു ഒരു കല്ലെടുത്ത് എറിഞ്ഞു. അത് വാസ്തവമാണ്. ഉടനെ യുവമാർ എന്ത് ചെയ്തു? ആ ചെറുപ്പക്കാരനെ പിടിച്ച് കെട്ടിയിട്ട് വീണ്ടും അടിച്ചു. അതാണ് സംഭവം. ഈ പയ്യൻ പിന്നെ ആ പോസ്റ്റിൽ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നു. അരമണിക്കൂറിന് ശേഷം ആ വഴി നടന്നുപോയ ആളുകൾ വളരെ കുറച്ചല്ലേ ഇത്തരം വഴികളിലൂടെ സഞ്ചരിക്കുകയുള്ളൂ. പരിചയക്കാരോ കണ്ടിട്ട് കെട്ടഴിച്ച് വിട്ടു. പിന്നീട് അഗളി ആശുപത്രിയിൽ, അവിടുത്തെ നാട്ടുകാരൊക്കെ കൂടി അഗളി ആശുപത്രിയിൽ കൊണ്ടുപോയി. അവിടുത്തെ ഡോക്ടർമാർ എന്തൊക്കെയോ മരുന്ന് കൊടുത്തു. പക്ഷേ ശരീരവേദനയും അസ്വസ്ഥതയും മാറുന്നില്ല. പിന്നീട് കോട്ടത്തറ ആശുപത്രിയിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റ് ആകുന്നു. പിന്നീടാണ് പോലീസിൽ പരാതി കൊടുക്കുന്നത്. അതിനു മുന്നേ തന്നെ ഈ പാൽവണ്ടി ഉടമ പരാതി കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ. എന്താണ്? ഒരു ആദിവാസി യുവാവ് വാഹനം തച്ച് ഉടച്ചു എന്ന പരാതി കൊടുത്തു. പോലീസ് ഇരുകൂട്ടരുടെയും പരാതിയൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, വേടന്റെ പാട്ടിലെ രാഷ്ട്രീയം ഇതാണ്. ഈ സംഭവങ്ങളാണ്. ഈ കണ്ണീര് ഉപ്പാണ്. ആദിവാസി യുവാവ് കേരളത്തിലാണ് ആക്രമിക്കപ്പെടുന്നത്. കെട്ടിയിട്ട് മർദ്ദിക്കുന്നു. വണ്ടിക്ക് മുന്നിലേക്ക് എടുത്തു ചാടിയെന്നിരിക്കട്ടെ, അല്ലെങ്കിൽ അബദ്ധവശാൽ വീണെന്നിരിക്കട്ടെ, കാലിൽ ബ്രേക്കുണ്ട്. ഞാൻ വായിൽ വരുന്ന വാക്ക് വേറെയാണെങ്കിലും കാലിൽ ബ്രേക്കുണ്ട്. ബ്രേക്ക് ചവിട്ടിയിട്ട് 4 തെറി വിളിച്ചിട്ട് കടന്നു പോകാം. അതൊക്കെ സ്വാഭാവികം. പലരും തെറി വിളിക്കുന്നതാണ്. പക്ഷേ നമ്മൾ കണ്ടു ഈ വലിയ പട്ടണത്തിൻ്റെ പ്രൗഢിയും ധാടിയും മോടിയും ഒക്കെ ഉള്ള കൊച്ചി പട്ടണത്തിൽ കണ്ടല്ലോ നമ്മുടെ ഒരു ഐവാൻ എന്ന് പറയുന്ന യുവാവിനെ CISF ജവാന്മാർ ചെയ്തത്. വണ്ടിയിലൊന്ന് ഉരസി, ഇങ്ങനെയാണോ വാഹനം ഓടിക്കുന്നത് എന്ന് ചോദിച്ച യുവാവിന് എന്താണ് ചെയ്തത്? CISF ജവാന്മാർ, മദ്യലഹരി വന്ന ആളുകൾ കാറ് ഇടിച്ചു തെറിപ്പിച്ച ബോണറ്റിൽ പയ്യൻ കുടുങ്ങിക്കിടന്നു. ആ ചെറുപ്പക്കാരൻ, അമ്മയ്ക്കും അച്ഛനും ഏകവാശ്രയമായ ഒരു ആൺകുട്ടി, ഒരു ഷെഫ്, 24 വയസ്സുള്ള ചെറുപ്പക്കാരൻ. അവനെ കൊണ്ട് പാഞ്ഞുപോയി. ഏകദേശം 1 കിലോമീറ്ററോളം സഞ്ചരിച്ചു. പിന്നെ അവനെ വണ്ടിയിൽ നിന്ന് ഇടിച്ച് താഴെ ഇട്ടിട്ട് കാറ് ഇടിച്ച് കൊലപ്പെടുത്തി. CISF ജവാന്മാരാണ്. പട്ടണത്തിൻ്റെ ധാടിയും മോടിയും ഒക്കെ ഉണ്ട്. പട്ടണത്തിൽ ചെയ്തത് ഇതാണ്. അപ്പോൾ ആദിവാസി മേഖലയിൽ ചെയ്യുന്നത് എന്ത് ക്രൂരമായിരിക്കും ഇല്ലേ? ആദിവാസി യുവാവിനോട് ഇവർ ചെയ്തു വെച്ച ക്രൂരത ഇതാണ്. പോലീസ് ഉണർന്ന് പ്രവർത്തിക്കണം. ഇടത് സർക്കാരാണ് ഭരിക്കുന്നത്. പിണറായി വിജയനാണ് മുഖ്യമന്ത്രി.
പോലീസ് ഉണർന്ന് പ്രവർത്തിക്കും. ആദിവാസി യുവാവിനെതിരെ കൈയോങ്ങിയ ആളുകളുടെ കൈകളിൽ കയ്യാമം വീഴുമെന്ന് പ്രതീക്ഷിക്കാം. മധുവിനുണ്ടായ ദുർഗതി ഷിജുവിന് ഉണ്ടാകാതിരിക്കട്ടെ.